സോ നമ്മളിനി യൂണിറ്റ് 2ലേക്ക് കിടക്കുകയാണ്. അപ്പോൾ യൂണിറ്റ് 2ൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ കോഷീസ് തിയറം ഒക്കെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ഡിസ്കിലും അതുപോലെ റെക്ടാങ്കുലർ റീജിയൺ അങ്ങനെ ചില സ്പേസ് റീജിയൻസിൽ നമ്മൾ ഈ കോഷീസ് തിയറം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർബിട്രേറ്റ് ഒരു റീജിയൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതൊക്കെ കേസിൽ ഏതൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ ഒരു തിയറം അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അപ്പോൾ അതിന് മുൻപേ നമുക്ക് കുറച്ച് ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ചെയിൻസ് എന്താണ്, സൈക്കിൾസ് എന്താണ്, സിംപ്ലി കണക്റ്റഡ് റീജിയൻ എന്താണ് എന്നുള്ളതൊക്കെ പറയാനുണ്ട്. അപ്പോൾ ചെയിൻസ് എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ നമ്മൾ 2-3 ആർക്ക് എടുത്തിട്ട് ആർക്കിനെ തമ്മിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ γ1, γ2, γ3 ഇങ്ങനെ ജോയിൻ ചെയ്താൽ കിട്ടുന്നതിനാണ് ചെയിൻസ് എന്ന് പറയുന്നത്. അതിപ്പോൾ γ1 ഒരു K1 ടൈംസ് ഒക്കെ റിപ്പീറ്റ് ചെയ്തു എന്ന് വിചാരിക്കും, γ1 ആൻഡ് γ2 എന്ന് പറയുന്ന ഒരു K2 ടൈംസ് ഒക്കെ റിപ്പീറ്റ് ചെയ്തു എന്ന് വിചാരിക്കും, ആൻഡ് γ3 എന്ന് പറയുന്ന ഒരു K3 ടൈംസ് ഒക്കെ റിപ്പീറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ K1 γ1 എത്ര ടൈംസ് ആയിരുന്നു? K1. അപ്പോൾ K1 γ1 പ്ലസ് K2 γ2 പ്ലസ് ആൻഡ് K3 γ3 ഇതിനൊരു ചെയിൻ എന്ന് പറയും. ഇൻ ജനറൽ ഇപ്പം γ1, γ2 എക്സെട്ര γn ആർക്സ് കൺസിഡർ ചെയ്താൽ ഈ ആർക്സിന്റെ കോമ്പിനേഷൻ K1 γ1 പ്ലസ് K2 γ2 പ്ലസ് എക്സെട്ര Kn γn-നെയാണ് ചെയിൻസ് എന്ന് പറയുന്നത്. K1, K2 എക്സെട്ര Kn ബിലോങ്സ് ടു n natural set of all natural numbers union set of 0. ഓക്കെ, ഇതാണ് ചെയിൻസ്. ഇനി ഇതിൽ തന്നെ ഇതേ കോമ്പിനേഷനിൽ തന്നെ ഈ ഓരോ ആർക്കും സൈക്കിൾസ് ആണെങ്കിൽ ക്ലോസ്ഡ് ആർക്സ് ആണെങ്കിൽ ക്ലോസ്ഡ് കർവ്സ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു കോമ്പിനേഷന് സൈക്കിൾസ് എന്ന് പറയും. ഓക്കെ, γ1, γ2 എക്സെട്ര γn എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആർക്സ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു കോമ്പിനേഷന് സൈക്കിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ചെയിൻസും സൈക്കിൾസും ഇതാണ്. ഇനി ഇന്റഗ്രേഷൻ ഒക്കെ നമുക്ക് എന്താണ് 2 ആർക്സ് γ1, γ2 എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്റഗ്രൽ ഓവർ γ1 പ്ലസ് ഇന്റഗ്രൽ ഓവർ γ2 ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ γ1 പ്ലസ് γ2 ആയിരുന്നു. അതൊക്കെ നമുക്ക് ആർക്സിൽ അപ്ലൈ ചെയ്തിരുന്ന ആ ഒരു കോമ്പിനേഷൻ ഒക്കെ തന്നെ ഇന്റഗ്രലിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സിംപ്ലി കണക്റ്റഡ് റീജിയൻ എന്താണെന്നാണ്. സിംപ്ലി കണക്റ്റഡ് റീജിയൻ. ഓക്കെ, അപ്പോൾ ഒരു റീജിയൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ റീജിയന്റെ കോംപ്ലിമെന്റ് കണക്റ്റഡ് ആണെങ്കിൽ അതിന് നമ്മൾ ആ ഒരു റീജിയനെ നമ്മൾ സിംപ്ലി കണക്റ്റഡ് റീജിയൻ എന്ന് പറയും. ഇപ്പൊ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നതിൽ നോക്കുക, ഇതായിരുന്നു എന്ന് വിചാരിക്കും. ഇതിന്റെ കോംപ്ലിമെന്റ് എന്താണ്? ഈ എക്സ്റ്റീരിയർ പാർട്ടാണ് വരുന്നത്, ഇന്റീരിയർ ആണ് ഒമേഗ എന്ന് പറയുന്നത്. എന്നപ്പോൾ ഈ എക്സ്റ്റീരിയർ പാർട്ട് എന്താണ്? കണക്റ്റഡ് ആണ്. സോ നമ്മൾക്ക് എന്താണ് ഇവിടെ ഈ റീജിയൻ എന്താണ്? സിംപ്ലി കണക്റ്റഡ് ആണ്. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരുന്നു എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കും, ഇങ്ങനെ ഒരു റീജിയൻ ആയിരുന്നു എടുത്തിരുന്നതെങ്കിൽ ഇവിടെ ഞാൻ ഒമേഗ ഇവിടെ ഈ ഹോളിന്റെ ഉള്ളിലുള്ള പാർട്ട് ഒമേഗയിൽ ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ ഒമേഗ കോംപ്ലിമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒമേഗ കോംപ്ലിമെന്റിൽ എന്തായിരിക്കും? ഇതിന്റെയും അതുപോലെ ഈ ഒരു സെറ്റിന്റെയും പിന്നെ ഈ ഒരു സെറ്റിന്റെയും യൂണിയൻ ആണ് ഒമേഗ കോംപ്ലിമെന്റ്. നോക്കുന്നതിന് തന്നെ മനസ്സിലാവും ഇതെന്താണ്? കണക്റ്റഡ് അല്ല. സോ നമ്മൾക്ക് എന്താണ്? ഇതൊരു സിംപ്ലി കണക്റ്റഡ് റീജിയൻ അല്ല. ഓക്കെ, അപ്പൊ ഇൻ ഡെഫിനിഷൻ നമുക്ക് എന്താണ്? എ റീജിയൻ ഒമേഗ ഈസ് സെഡ് ടു ബി simply connected if its complement with respect to the extended complex plane, with respect to the extended complex plane. Metal extended complex plane ulla complement plane is connected. Okay, ഇതാണ് simply connected region എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളൊരു റിസൾട്ട് ആണ്. ആ റിസൾട്ടിൽ എന്താണ് നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു റീജിയൻ സിംപ്ലി കണക്റ്റഡ് ആവാനുള്ള ഒരു ഇക്വലന്റ് കണ്ടീഷൻ. ബൈ ഡെഫിനിഷൻ നമ്മൾക്ക് എന്താണ്? ഒമേഗ കോംപ്ലിമെന്റ് കണക്റ്റഡ് ആയാൽ മതി. ഓക്കെ, ഇനി അല്ലാതെ ഇൻഡെക്സ് വെച്ചിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. നമുക്ക് റിസൾട്ട് നോക്കാം. ഓക്കെ, എ റീജിയൻ ഒമേഗ ഈസ് സിംപ്ലി കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് n of gamma a equal to 0 for all cycles gamma in omega and for all points a does not belongs to omega. That is for all points a belongs to omega complement. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഒമേഗ സിംപ്ലി കണക്റ്റഡ് ആണ്. ഇനി ഒമേഗ സിംപ്ലി കണക്റ്റഡ് ആണെങ്കിൽ എന്താണ്? സൈക്കിൾസും ഇങ്ങനെയുള്ള പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇൻഡെക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. സോ നമുക്ക് പ്രൂഫിലേക്ക് കിടക്കാം. ഓക്കെ, സപ്പോസ് ഒമേഗ ഈസ് എ സിംപ്ലി കണക്റ്റഡ് റീജിയൻ and gamma be a cycle in omega. Okay, omega is a simply connected region and gamma be a cycle in omega. And when we consider the complement of omega complement is connected and it contains the point at infinity. Okay, omega complement contains the point at infinity.
and here consider the regions determined by omega. Suppose omega is this. ഇതാണ് ഒരു ഒമേഗ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്ത റീജിയൻ എന്ന് വിചാരിക്കാം. ആൻഡ് ഗാമ എന്ന് പറയുന്ന ഒരു സൈക്കിളും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെ ഒരു സർക്കിളും പിന്നെ ഇങ്ങനെയുള്ള ഒരു പാർട്ടും ആണെന്ന് വിചാരിക്കും. ഇതാണ് നമ്മൾ ഗാമ എന്ന് പറയുന്ന സൈക്കിൾ. അപ്പം ഒമേഗ കോംപ്ലിമെന്റ് എന്താണ്? ഇതാണ് അല്ലെ, ഒമേഗ കോംപ്ലിമെന്റ് ഇതാണ്. സിംപ്ലി കണക്റ്റഡ് ആയതുകൊണ്ട് ഉള്ളിൽ വേറെ സെറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഒമേഗയുടെ ഇന്റീരിയറിൽ വേറെ സെറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ആൻഡ് ഇനി ഗാമ കോംപ്ലിമെന്റ് എടുക്കുക. ഗാമ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെ വരും? ഈ സെറ്റും അതുപോലെ ഈ ഒരു സെറ്റിന്റെ യൂണിയനും കൂടെ എന്താണ്? ഇതിന്റെ ഈ എക്സ്റ്റീരിയറും വരും അല്ലെ. അതാണ് ഗാമ ഡിറ്റർമൈൻ ചെയ്യുന്ന റീജിയൻ. ഫസ്റ്റ് റീജിയൻ, സെക്കൻഡ് റീജിയൻ, തേർഡ് റീജിയൻ. ഈ തേർഡ് റീജിയൻ ആണ് അൺബൗണ്ടഡ് റീജിയൻ ഡിറ്റർമൈൻഡ് ബൈ ഗാമ എന്ന് പറയുന്നത്. നോക്കുന്നത് തന്നെ മനസ്സിലാവും, അൺബൗണ്ടഡ് റീജിയൻ ഡിറ്റർമൈൻഡ് ബൈ ഗാമ എന്ന് പറയുന്നത് ഒമേഗ കോംപ്ലിമെന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് എന്ത് പറയാം? n ഓഫ് ഗാമ എ ഈക്വൽ ടു 0 ഫോർ ഓൾ എ ബിലോങ്സ് ടു ദ അൺബൗണ്ടഡ്, ഫോർ ഓൾ എ ബിലോങ്സ് ടു ദ അൺബൗണ്ടഡ് റീജിയൻ ഡിറ്റർമൈൻഡ് ബൈ ഗാമ. അപ്പം ഒമേഗ കോംപ്ലിമെന്റ് ഈ ഒരു റീജിയനിൽ കണ്ടെയ്ൻഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇൻ പെർട്ടിക്കുലർ n ഓഫ് ഗാമ എ ഈക്വൽ ടു 0 ഫോർ ഓൾ എ ബിലോങ്സ് ടു ഒമേഗ കോംപ്ലിമെന്റ് മീൻസ് ദാറ്റ് എ ഡസ് നോട്ട് ബിലോങ്സ് ടു ഒമേഗ. സോ നമ്മൾ ആർബിട്രേറ്റ് ഏതൊരു സൈക്കിൾ എടുത്തു കഴിഞ്ഞാലും ഒമേഗ കോംപ്ലിമെന്റിലുള്ള ഏതൊരു പോയിന്റിനും ഈ ഒരു ഇൻഡെക്സ് 0 ആണ് എന്ന് പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് വി നീഡ് ടു പ്രൂവ് ദ കോൺവേഴ്സ് പാർട്ട് ഓഫ് ദിസ് തിയറം, ആൻഡ് ദാറ്റ് ഈസ് if n of gamma a equal to 0 for all a does not belongs to omega, and for any cycle gamma in omega, then omega is simply connected. Here it is enough to prove that negation of this statement implies negation of this one. That is, if omega is not simply connected, a region is said to be simply connected if it is a connected, if its complement is connected, and if omega is not simply connected, then which implies that omega complement is not connected. Okay, അപ്പോൾ ഇവിടെ നമ്മൾ ഒമേഗ കോംപ്ലിമെന്റ് കണക്റ്റഡ് അല്ലെങ്കിൽ, അതായത് ഒമേഗ സിംപ്ലി കണക്റ്റഡ് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ഫോർ ഓൾ എ ഡസ് നോട്ട് ബിലോങ്സ് ടു ഒമേഗ ആൻഡ് ഫോർ എനി സൈക്കിൾ ഗാമ ഇൻ ഒമേഗ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? ദർ എക്സിസ്റ്റ് സൈക്കിൾ ഗാമ ഇൻ ഒമേഗ and a point a does not belongs to omega such that n gamma a not equal to 0. അങ്ങനെ ഒരു സൈക്കിളും പോയിന്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ സപ്പോസ് ഹിയർ ഒമേഗ കോംപ്ലിമെന്റ് ഈസ് നോട്ട് കണക്റ്റഡ്. അപ്പോൾ ആ ഒരു ഒമേഗ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണെന്ന് കരുതാം, where a and b are disjoint closed sets. ഓക്കെ, അപ്പോൾ സിംപ്ലി കണക്റ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് ഈ ഒരു ഫോമിൽ, അതായത് അതിന്റെ ഒമേഗ കോംപ്ലിമെന്റ് കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ഒമേഗ കോംപ്ലിമെന്റ് കണക്റ്റഡ് അല്ല എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനത്തെ ഒരു ഫോമിലായിരിക്കണം റീജിയൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്രൂഫ് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോമിലാണെന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഷെയ്ഡഡ് റീജിയൻ ഒമേഗയിൽ ഇല്ല. ഓക്കെ, ഒമേഗ എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടാണെന്ന് വിചാരിക്കാം. ഓക്കെ, എന്നപ്പം ഈ എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നതും ഈ സെറ്റോ അല്ലെങ്കിൽ ഈ ഒരു സെറ്റോ ആയിരിക്കും. എന്നപ്പോൾ ഞാൻ ഇതിൽ സപ്പോസ് ചെയ്യുന്ന ദ പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി, ഒമേഗ എന്ന് പറയുന്നത് കോംപ്ലക്സ് പ്ലെയിനിലുള്ള ഒരു റീജിയൻ ആണ്. എന്നപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒമേഗ കോംപ്ലിമെന്റിലാണ് ഉണ്ടാവുക. ആൻഡ് എന്നപ്പം ആ ഒരു പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ബിയിലാണ് എന്ന് സപ്പോസ് ചെയ്തു. അതായത് ഈ ഒരു പാർട്ടാണ് ബി എന്ന് സപ്പോസ് ചെയ്തു, ആൻഡ് ഈ പാർട്ട് ഒമേഗ കോംപ്ലിമെന്റ് ഈ ഒരു പാർട്ടിനെ എ എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ എ എന്താണ്? ഒരു ബൗണ്ടഡ് സെറ്റ് ആണ്, പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി ഇല്ല. സോ ഇതൊരു ബൗണ്ടഡ് സെറ്റ് ആണ്. അന്നേരം നമുക്ക് എന്ത് പറയാം? എ ക്ലോസ്ഡും ബൗണ്ടഡ് ആയതുകൊണ്ട് കോമ്പാക്ട് ആണെന്ന് പറയാം. disjoint closed set. Also suppose that the point at infinity is belongs to B. Okay, the point at infinity is belongs to B. Then the closed set A will be bounded, and therefore the set A is compact. Okay, now define the distance between these two sets. The distance between these two sets is delta equal to, അതായത് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, എയിലെയും ബിയിലെയും പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ഇൻഫിമാണ് എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സെറ്റിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് ദ സെറ്റ് മോഡ് എ മൈനസ് ബി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ ആൻഡ് ബി ബിലോങ്സ് ടു ബി. അപ്പോൾ ഇങ്ങനെ ഇൻഫിമം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് കോമ്പാക്റ്റും ബി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. Which is greater than 0. എന്തുകൊണ്ട്? എ കോമ്പാക്റ്റും ബി ക്ലോസ്ഡ് ആയതുകൊണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അത് ഈക്വൽ ടു 0 ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? അത്
അതൊരു കോൺട്രഡിക്ഷൻ കിട്ടും നമുക്ക്. അതിൻ്റെ പ്രൂഫ് ജസ്റ്റ് ഒന്ന് പറയാം. സപ്പോസ് ഡെൽറ്റ ഈക്വൽ ടു 0. അതപ്പം ഡെൽറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, 0 പ്ലസ് എപ്സിലോൺ ഈസ് നോട്ട് എ ലോവർ ബൗണ്ട് ഓഫ് ദിസ് സെറ്റ്. അതായത് ഇപ്പം നമ്മൾ എൽ എന്ന് പറയുന്നതാണ് ഒരു സെറ്റിന്റെ ഇൻഫിം എങ്കിൽ ഏത് പോസിറ്റീവ് റിയൽ നമ്പർ എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും എൽ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു ലോവർ ബൗണ്ട് ആവില്ല. അത് ഇൻഫിമത്തിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ഇവിടെ എന്താണ് 0 പ്ലസ് എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ, ഡെൽറ്റ ഈക്വൽ ടു 0, അത് ഇൻഫിമം 0 ആണെന്ന് സപ്പോസ് ചെയ്തത്. അപ്പോൾ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, 0 പ്ലസ് എപ്സിലോൺ ഈസ് നോട്ട് എ ലോവർ ബൗണ്ട് ഓഫ് ദിസ് സെറ്റ്. എന്നപ്പം ഞാൻ എന്താണ് 1/n ചൂസ് ചെയ്തു ഫോർ ഈച്ച് n ബിലോങ്സ് ടു n. ഓക്കെ, അതിന് മുൻപേ ഇത് ലോവർ ബൗണ്ട് അല്ല എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത്? ഇതിനേക്കാളും ചെറിയ സം എലമെന്റ്സ് ഈ സെറ്റിൽ ഉണ്ട് എന്നാണ് മീനിങ്. അന്നപ്പോൾ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ദർ എക്സിസ്റ്റ് എ പോയിന്റ് എ ഇൻ എ and b in b such that mod a minus b is less than epsilon. For any epsilon greater than 0, there exists a in a and b in b such that mod a minus b is less than epsilon. അപ്പോൾ ഞാൻ ഈ epsilon equal to 1/n ചൂസ് ചെയ്തു വിചാരിക്കുക. അതായത് for each, which implies that for each n in natural number system n, there exists, ഇവിടെ epsilon corresponding a b ആണ്. അപ്പോൾ n corresponding an in a and bn in b such that mod an minus bn is less than 1/n. ഓക്കെ, അപ്പോൾ mod an minus bn is less than 1/n എന്ന് കിട്ടി. ആൻഡ് ഇനി ഈ സീക്വൻസ് എ എന്ന് കൺസിഡർ ചെയ്യാം. ദെൻ സീക്വൻസ് എ എൻ ഈസ് എ സീക്വൻസ് ഇൻ ദ കോമ്പാക്ട് സെറ്റ് എ. അപ്പോൾ എ കോമ്പാക്ട് ആയതുകൊണ്ട് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ദർ എക്സിസ്റ്റ് എ സബ്സീക്വൻസ് കൺവേർജന്റ് സബ്സീക്വൻസ് ഫോർ മോഡ് സീക്വൻസ് എ എൻ, സേ സീക്വൻസ് എ എൻ കെ. ഓക്കെ, ആ ഒരു സീക്വൻസ് സബ്സീക്വൻസിന് സീക്വൻസ് എ എൻ കെ എന്ന് ഡിനോട്ട് ചെയ്തു. ആൻഡ് ലെറ്റ് ലിമിറ്റ് k tends to infinity a n k equal to a. അതായത് സീക്വൻസിന്റെ ലിമിറ്റ് a ആണ് എന്നും ചൂസ് ചെയ്യാം. Now consider the inequality. Sequence mod a n k minus b n k is less than 1/n k. അപ്പോൾ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതും as k tends to infinity നമുക്ക് എന്ത് കിട്ടും? mod a minus limit k tends to infinity b n k equal to എന്താണ് 0 എന്ന് കിട്ടും. അത് ലെസ് ദാൻ 0 എന്നായിരിക്കും. മോഡുലസ് വാല്യൂ ആണ് കൂടെ നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ലിമിറ്റ് k tends to infinity b n k equal to a. അപ്പോൾ എന്താണ്? ദാറ്റ് ഈസ് സീക്വൻസ് ബി എൻ കെ കൺവേർജസ് ടു എ. ആൻഡ് സീക്വൻസ് ബി എൻ കെ ബിയിലുള്ളൊരു സീക്വൻസ് ആണ്. സിൻസ് സീക്വൻസ് ബി എൻ കെ ബിലോങ്സ് ടു ബി, ദ കൺവേർജൻസ് ഇംപ്ലൈസ് ദാറ്റ് എ ബിലോങ്സ് ടു ബി. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എ ഓൾറെഡി സെറ്റ് എയിലുള്ള ഒരു എലമെന്റ് ആണ്. ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് ബിയിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ എന്താണ്? എക്കും ബിക്കും കോമൺ ആയിട്ട് പോയിന്റ് ഉണ്ടെന്ന് കിട്ടി. പക്ഷേ നമ്മുടെ ഈ ഒരു സെറ്റ് എന്താണ്? ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണ് എയും ബിയും. അപ്പോൾ ഇത് പോസിബിൾ അല്ല. അപ്പോൾ എന്താണ്? ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത തെറ്റാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഏതൊരു കോമ്പാക്ട് സെറ്റ് എയും ക്ലോസ്ഡ് സെറ്റ് ബി എടുത്തു കഴിഞ്ഞാലും ആ രണ്ട് സെറ്റിന്റെയും ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, നൗ ഇനി നമ്മൾ മെയിൻ പ്രൂഫിലേക്ക് കിടക്കാം. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഹോൾ കോംപ്ലക്സ് പ്ലെയിനെ ഒരു നെറ്റ് യൂസ് ചെയ്ത് കവർ ചെയ്യുന്നു. Now cover the entire complex plane by using a net of squares with the sides less than delta by √2. ഓക്കെ, ഈ ഒരു സൈഡ് വരുന്ന ഒരു സ്ക്വയേഴ്സിന്റെ നെറ്റ് കൊണ്ട് ഫുൾ കവർ ചെയ്യുന്നു. കോംപ്ലക്സ് പ്ലെയിനെ ഫുള്ള് കവർ ചെയ്യുന്നു. അതായത് നമ്മൾ ഡെൽറ്റ കൺസിഡർ ചെയ്തു. എ എന്ന് പറയുന്നത് ഇന്നർ പാർട്ടിലുള്ള സെറ്റും ബി എന്ന് പറയുന്നത് അൺബൗണ്ടഡ് റീജിയനും എടുത്തു. ഇനി എന്താ പറഞ്ഞത്? ഇതിനെ ഫുൾ നെറ്റ് യൂസ് ചെയ്തിട്ട് കവർ ചെയ്യാം. അപ്പം എന്താണ്? നെറ്റ് ഓഫ് സ്ക്വയേഴ്സ് വിത്ത് സൈഡ്സ് ലെസ് ദാൻ ഡെൽറ്റ ബൈ √2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡുള്ള അത്രയും ചെറിയ സൈഡ് ലെങ്ത് വരുന്ന സ്ക്വയേഴ്സ് കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഓക്കെ, കവർ ചെയ്യുന്നു. നൗ ചൂസ് എ പോയിന്റ് എ ഇൻ എ. അത് ആർബിട്രറി ആയിട്ട് ഒരു പോയിന്റ് എ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു എ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ചൂസ് ചെയ്യാം. ആർബിട്രറിയും ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഏതെങ്കിലും ഈ ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിന് കവർ ചെയ്യുന്ന സ്ക്വയേഴ്സ് ഉണ്ടല്ലോ, ആ സ്ക്വയേഴ്സിന്റെ ഏതെങ്കിലും സെന്റർ ആയിട്ട് വരുന്ന ഒരു എ ചൂസ് ചെയ്യാം. സെന്റർ ആയിരിക്കണം എന്നേ ഉള്ളൂ, ഏതെങ്കിലും ഒരു സ്ക്വയറിന്റെ സെന്റർ ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇനി ആർബിട്രേറ്റ് ചൂസ് ചെയ്തിരിക്കുന്നെങ്കിൽ ഞാനിപ്പം ഇവിടെ നിന്നൊരു എ ചൂസ് ചെയ്തെന്നിരിക്കും. അതിപ്പോൾ ഒരു സ്ക്വയറിന്റെ പോലെ സെന്റർ ആയിട്ട് വരില്ല. പക്ഷേ നമുക്കത് ഈ നെറ്റിന്റെ സൈഡിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ അത് ആ സ്ക്വയേഴ്സിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ഏതെങ്കിലും ഒരു സ്ക്വയറിന്റെ എന്താക്കാം? സെന്റർ ആക്കി എടുക്കാം. അതായത് ഇപ്പം ഞാൻ ഇതാണെന്ന് വിചാരിക്കും നമ്മുടെ പോയിന്റ് എ. അപ്പോൾ എനിക്ക് ഇവിടെ ഡെൽറ്റേനേക്കാളും ചെറിയ ലെങ്ത് വരുന്ന ആ ഒരു സൈഡുള്ള ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യാലോ, ഈ എ സെന്റർ ആയിട്ട് വരുന്ന രീതിയിൽ. അതിനുശേഷം എന്ത് ചെയ്യാം? ഫുൾ ഇതേ സൈഡ് വരുന്ന സ്ക്വയേഴ്സ് കൊണ്ട് ബാക്കി എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാം. അന്നപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു നെറ്റ് കിട്ടും.
ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ആർബിട്രേറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ ഓൾറെഡി ഉള്ള നെറ്റിൽ നിന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് അത് ഏതെങ്കിലും ഒരു സ്ക്വയറിന്റെ സെന്റർ ആക്കുക, അല്ലെങ്കിൽ എങ്ങനെ ചൂസ് ചെയ്യാം, ഏതെങ്കിലും ഒരു സ്ക്വയറിന്റെ സെന്റർ ആയിട്ട് വരുന്ന ഒരു എനെ ചൂസ് ചെയ്യാം. ദെൻ ബൈ ചൂസിങ് എ സ്യൂട്ടബിൾ length for the sides of squares we can make the point A as the center of one of the square. Okay, അപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്തു. ആൻഡ് ഹിയർ A is a കോമ്പാക്ട് സെറ്റ്. ആൻഡ് നമ്മളിപ്പോൾ ഓരോ ഈ ഫുൾ കവർ നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നെറ്റ് എന്താണ്, നമ്മൾ എന്റെ ഒരു കവർ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് എ കോമ്പാക്ട് ആയതുകൊണ്ട് എന്തായാലും ഈ കവറിന് ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവും. അതായത് എ എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് നമുക്ക് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഈ നെറ്റില് എയുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനെയും പറയാം. സിൻസ് എ ഈസ് കോമ്പാക്ട് we can cover A by a finite number of squares. Let Qj's be the squares which intersects with the set A. അതായത് A എന്ന് പറയുന്ന സെറ്റിന് സെറ്റ് ഇന്റർസെക്ട് ചെയ്യുന്ന സ്ക്വയേഴ്സിനെ Qj's ഒരു ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് ഡിനോട്ട് ചെയ്തെന്നായിരിക്കും. And let gamma be the cycle defined by gamma is equal to summation over j dou qj. എന്താണ്, നമ്മളിപ്പോൾ എ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന സ്ക്വയേഴ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്വയേഴ്സിന്റെ ബൗണ്ടറീസിന്റെ സമ്മിനാണ് ഗാമ എന്ന് പറയുന്നത്. ആ ഓരോന്നും ഡോ ക്യൂ ജി ഓരോന്നും ആർക്സ് ആണ്. അപ്പോൾ അതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, നമുക്ക് ക്ലോസ്ഡ് ആർക്സ് ആയതുകൊണ്ട് സം എന്തായി, അതൊരു സൈക്കിളായി. അപ്പോൾ ഗാമ എന്ന് പറയുന്നത് ഒരു സൈക്കിളാണ്. നെക്സ്റ്റ് നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ, ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു എ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എൻ ഗാമ എ നോട്ട് ഈക്വൽ ടു 0 ആണെന്നും അതുപോലെ ഗാമ കംപ്ലീറ്റ്ലി ഒമേഗയിലാണ് ലൈ ചെയ്യുന്നത് എന്നും പ്രൂവ് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, നമുക്ക് വേണ്ട ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിന്റും കിട്ടി, ഒരു ഗാമയും കിട്ടി. സോ പ്രൂഫ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. where dou qj denotes the boundary of qj. Okay, and dou qj is taken in the counterclockwise direction. Okay, അപ്പോൾ ഒരു സൈക്കിൾ കൺസിഡർ ചെയ്തു. ആ സൈക്കിൾ ഓരോ ആർക്കിന്റെ ഡയറക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി now consider n of gamma a കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ്, n of summation over j dou qj a എന്ന് വരും. and which is equal to summation over j dou qj n of dou qj a എന്ന് വരും. ഓക്കെ, ഇനി എ എന്ന് പറയുന്ന പോയിന്റ് ഒരൊറ്റ സ്ക്വയറിന്റെ സെന്റർ ആയിട്ട് വരുന്ന ഒരു എലമെന്റ് ആണ്. അത് വേറെ ഒരു സ്ക്വയറിലും ഉണ്ടാവില്ല. ആൻഡ് ആ ഒരു സ്ക്വയറിന്റെ സെന്റർ ആയതുകൊണ്ടും എൻ ക്യൂ ജെ എ എന്ന് പറയുന്നത് ഒറ്റ പ്ലേസിലെ ആ ഒരു ബൗണ്ടറി ഈ പോയിന്റിനെ വൈൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതെന്തായി 1 വന്നു, റിമൈനിങ് 0 ആയിരിക്കും. ഇപ്പോൾ 1 + 0 + 0 + എക്സെട്രാ 0 എന്ത് കിട്ടും, 1 വരും. അപ്പോൾ എൻ ഗാമ എ ഈക്വൽ ടു 1 കിട്ടി, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. ഇനി എന്തുകൂടി പ്രൂവ് ചെയ്യണം, ഗാമ കംപ്ലീറ്റ്ലി ഒമേഗയിൽ തന്നെയാണ് ലൈ ചെയ്യുന്നത് എന്ന് പ്രൂവ് ചെയ്യണം. അതിന് എന്ത് ചെയ്താൽ മതി, ഗാമ എ എന്ന് പറയുന്ന സെറ്റിനെയോ ബി എന്ന് പറയുന്ന സെറ്റിനെയോ ഇന്റർസെക്ട് ചെയ്യാതിരുന്നാൽ മതി. ആൻഡ് ഇവിടെ ഇപ്പം നമ്മൾ ഗാമയുടെ ഒരു ഡെഫിനേഷൻ വെച്ചിട്ട് തന്നെ നമ്മൾക്ക് എന്ത് പറയാം, ബിയുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നില്ല എന്ന് പറയാം. കാരണം എന്താ, ബിയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മിനിമം ഡിസ്റ്റൻസ് എന്താണ്, ഡെൽറ്റയാണ്. ആ ഒരു ഡിസ്റ്റൻസിന്റെ ഇൻഫിമം എന്ന് പറയുന്നത് ഡെൽറ്റയാണ്. അത് ഡെൽറ്റയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഡിസ്റ്റൻസിലാണ് എന്തുണ്ടാവുക, എയിലെയും ബിയിലെയും എലമെന്റ്സ് ഉണ്ടാവുക. അതിന്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു സ്ക്വയർ കൺസിഡർ ചെയ്തപ്പോൾ ആ സ്ക്വയേഴ്സിന്റെ ലെങ്ത്, ഓരോ സൈഡിന്റെ ലെങ്ത് Δ/√2 ആയിരുന്നു. അപ്പോൾ ഡയമീറ്ററിന്റെ ലെങ്ത് എന്താ വരിക, ഡയമീറ്റർ ഈക്വൽ ടു √Δ/√2 Δ² + 2 + Δ² + 2 വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എന്ന് വരും. അപ്പം ഡയമീറ്റർ ഡെൽറ്റ എന്ന് വെച്ചാൽ ഡെൽറ്റ അതിൽ കുറവായിരിക്കും ഡയമീറ്റർ. അപ്പോൾ അതിനർത്ഥം എന്താണ്, അതിലുള്ള ആ സ്ക്വയേഴ്സിൽ 2 പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ്സിന്റെ മാക്സിമം ഡിസ്റ്റൻസ് എത്രയേ വരുള്ളൂ, ഡെൽറ്റയെ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, അതൊരിക്കലും ബിയുമായിട്ട് ഇന്റർസെക്ട് ചെയ്യില്ല എന്ന് പറയാം. അതായത് ഇപ്പം ഗ്രാഫ് നോക്കുന്നേരം ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾക്ക് ഡെൽറ്റയേക്കാൾ കൂടുതലേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഇനി ഈ ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഈ സ്ക്വയറിന്റെ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെൽറ്റയാണ്. മാക്സിമം പോസിബിലിറ്റി ഡെൽറ്റയാണ്. 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം ഡെൽറ്റ ആവുള്ളൂ, അതിൽ കൂടില്ല. അന്നപ്പോൾ നമ്മൾക്ക് നോക്കുന്നേരം ഇപ്പൊ സപ്പോസ് ബി എന്ന് പറയുന്നത് ആ ഒരു ഗാമയായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എയിലുള്ള പോയിന്റ്സും ബിയിലുള്ള പോയിന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസിൽ ഡെൽറ്റയേക്കാൾ കുറഞ്ഞു പോകും. കാരണം അതെന്താണ്, ഒരേ ഇതിൽ വരുന്നത് കൊണ്ട്, അത് ഒരേ സ്ക്വയറിൽ വരുന്നത് കൊണ്ട് അത് ഡെൽറ്റയേക്കാളും കുറഞ്ഞു പോകും. അന്നപ്പോൾ എന്തായാലും അതിനുള്ള ചാൻസ് ഇല്ല. ഇനി അന്നപ്പോൾ എന്ത് കിട്ടി, ഗാമ ബിനെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല എന്ന് കിട്ടി. ഇനി എനെ കൂടി ഇന്റർസെക്ട് ചെയ്യുന്നില്ല എന്ന് വേണം പ്രൂവ് ചെയ്യാൻ. അന്നപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുക, ഈ ഡയഗ്രത്തിൽ തന്നെ നോക്കുന്നേരം ഇവിടെ നോക്കുക,
നമ്മളിപ്പോൾ ഒരു ഈ ഡോക്യൂജേസിന്റെ സമ്മേഷൻ ആണ് എടുക്കുന്നത്. അതായത് ഈ എ എന്ന് പറയുന്ന സെറ്റ് ഇന്റർസെക്ട് ചെയ്യുന്ന സ്ക്വയേഴ്സിന്റെ ബൗണ്ടറീസിന്റെ സമ്മ. അപ്പോൾ ഇവിടെ നോക്കുന്ന നേരം നമുക്ക് എന്താണ് ഈ സ്ക്വയർ വരും, അതായത് ഈ സ്ക്വയർ ഇത് വരും ആൻഡ് ഇത് വരും, ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഞാൻ വരച്ച ലൈനിന്റെ ഉള്ളിലുള്ള എല്ലാ സ്ക്വയേഴ്സിന്റെയും ബൗണ്ടറീസ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന സൈഡ്സ് ഒക്കെ ക്യാൻസൽ ആയി പോകും. ആ ഒരു സമ്മേഷനിൽ കോമൺ ആയിട്ട് വരുന്നത്, കാരണം ഒന്ന് ഒരു ഡയറക്ഷൻ എടുക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അടുത്ത ബൗണ്ടറിയിൽ അതേ സൈഡ് വരുന്നത്. അപ്പം ഈ കോമൺ ആയിട്ട് വരുന്ന സൈഡ്സ് ഒക്കെ ക്യാൻസൽ ആയി പോകും. പിന്നെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതായി ലാസ്റ്റ് ഉള്ള ഈ ലൈൻസ് മാത്രമേ ഗാമയിൽ ഉണ്ടാവുള്ളൂ. അത് എനെ ഇന്റർസെക്ട് ചെയ്യില്ല. ഓക്കെ, അതായത് എക്ക് എ എന്ന് പറയുന്നത് ഈ സെറ്റ് ഈ സ്ക്വയേഴ്സിന് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, കോമൺ ആയിട്ട് പോയിന്റ്സ് വരുന്നുണ്ടെങ്കിൽ അത് എവിടെ മാത്രമാണ്, ഈ കോമൺ സൈഡ്സ് ഉള്ളിടത്ത് മാത്രമേ ഈ എക്ക് ഇന്റർസെക്ഷൻ ആ ഒരു ക്യൂജേസ് ആയിട്ട് ഇന്റർസെക്ഷൻ വരുന്നുള്ളൂ. ബൗണ്ടറീസിലുള്ള പോയിന്റ്സിൽ, അഥവാ സപ്പോസ് നിങ്ങളിപ്പം ഈ എ എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഇപ്പോൾ ഈ ബൗണ്ടറി കൂടി പാസ് ചെയ്യുന്നത് വിചാരിക്കും. അന്നപ്പോൾ ഈ ബൗണ്ടറി കൂടി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താ അടുത്ത സ്ക്വയറിന്റെ ബൗണ്ടറി പാർട്ടായിരുന്നു. അപ്പോൾ ആ സ്ക്വയറിനെ കൂടി നമ്മൾ എന്താക്കും, ഈ ഒരു കളക്ഷനിലേക്ക് എടുത്തിട്ട് നമ്മൾ ആ ഒരു സൈക്കിൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു സമ്മേഷനിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അന്നപ്പോൾ എന്തായി, എ എന്ന് പറയുന്ന സെറ്റ് ഗാമ എ എന്ന് പറയുന്ന സെറ്റിനെയും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഗാമ എനോടോ ബിനോടോ ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അതിനർത്ഥം എന്താ, യൂണിയൻ ബിനോട് ഇന്റർസെക്ട് ചെയ്യുന്നില്ല, അതായത് ഒമേഗ കോംപ്ലിമെന്റിനോട് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അതിനർത്ഥം എന്താണ്, ഒമേഗ കോംപ്ലിമെന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി എവിടെ തന്നെയാണ്, ഒമേഗയിൽ തന്നെയാണുള്ളത്. അന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒമേഗയിൽ ഒരു സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് എ പോയിന്റ് എ ബിലോങ്സ് ടു ഒമേഗ കോംപ്ലിമെന്റ് ഉണ്ട് സച്ച് ദാറ്റ് n ഗാമ എ നോട്ട് ഈക്വൽ ടു 0. അന്നപ്പോൾ എന്തായി, സിംപ്ലി കണക്റ്റഡ് അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടി. അതുകൊണ്ട് ഈ നമ്മുടെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാച്ചാൽ ഒമേഗ സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആയിരിക്കും. ഓക്കെ.